ഇതാണ് വൈക്കക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട. ഇതാണ് ഇണ്ടന്തുരുത്തി മന. എന്റെ ഈ പിന്നിൽ കാണുന്ന ബോട്ടിയേട്ടിയാണ് പഴയ ബോട്ടിയേട്ടി. നമ്മുടെ കോട്ടയം ജില്ല വൈക്കത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളുടെ വീടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അതെ, ഇതാണ് ആ വീട്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ വൈക്കത്തുള്ള തമിഴ്നാട്ടുകാരുടെ സ്ഥലമാണ് കേട്ടോ അതേ ഈ കാണുന്നത്. സൗജന്യമാണ് ഇവിടുത്തെ പ്രവേശനം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ആ ഒരു ഫോട്ടോ. തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ കടലില്ല, പക്ഷേ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനൊരു ബീച്ചുണ്ട്. അതാണ് ഞങ്ങളുടെ സ്വന്തം വൈക്കം ബീച്ച്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ നാടാണ്, കോട്ടയം ജില്ലയിൽ വൈക്കത്താണ്. എൻ്റെ നാട് വൈക്കം. അവിടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പോയി കാണാൻ പറ്റിയ ചരിത്രം ഉറങ്ങുന്നതും അല്ലാത്തതുമായ ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, നടന്നു പോയി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം. ഇതാണ് വൈക്കം ക്ഷേത്രത്തിലെ കിഴക്കേ നട. ബാക്കി എല്ലാ നടയിലെ റോഡുകളും തുറന്നു കൊടുത്തപ്പോഴും ഈ ഒരു നടയിലെ റോഡ് മാത്രം തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. ഈ വഴി കൂടി ഒന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് അമ്പലക്കുളമാണ്, വൈക്കം ക്ഷേത്രത്തിലെ അമ്പലക്കുളമാണ്. മാത്രമല്ല മതിലും കാര്യങ്ങളൊക്കെയാണ്. ഈ വഴിയിലൊന്നും അവർണറായിട്ടുള്ളത് താഴ്ന്ന ജാതിപ്പെട്ട ആർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. മെയിനായിട്ട് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെയുള്ള സമരമായിരുന്നു. ഇതാണ് വടക്കേ നട. ഈ വടക്കേ നടയിൽ ഒരു സംഭവം ഉണ്ട് അല്ലേ? വടക്കേ നടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ ഇണ്ടന്തുരുത്തി മന. ഗാന്ധിജി ചർച്ച നടത്തിയത് ഇണ്ടന്തുരുത്തി മനയില്ലേ, ആ മന ഈ വടക്കേ നടയിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മനയെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ വടക്കേ നടയിൽ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് വന്ന് നേരെ പോകുന്നത് പടിഞ്ഞാറ് നടയിലാണ്. ഇവിടുത്തെ ഈ മതിലിൻ്റെയൊക്കെ ഉയരം കണ്ട്. ഈ വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല, ഇത്ര ഉയരമുള്ള മതിലെന്ന് വെച്ചാൽ അകത്ത ഒരു കാര്യങ്ങളും കാണാൻ പോലും സാധിക്കാത്ത രീതിക്കുള്ള അത്ര ഉയരത്തിലാണ് മതിലുകൾ വരെ കെട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ സുർക്കിയും ചുണ്ണാമ്പും അതൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നത് അല്ലേ? അത്ര ഉയരത്തിലാണ് മതിൽ വരെ ഉള്ളത്. ഇതാണ് വൈക്കം ക്ഷേത്രത്തിലെ പടിഞ്ഞാറ് നട. ഈ നടക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി ഈ ഒരു നട കാണാൻ പറ്റും. ഇവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് പോയാൽ ബോട്ടിയേട്ടിലോട്ട് പോകാം. അതൊക്കെ നമുക്ക് കാണാം. പണ്ടത്തെ ആ ഒരു വൈക്കത്തിന്റെ ഫോട്ടോ ഒക്കെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. ഇതാണ് വൈക്കം ക്ഷേത്രത്തിന്റെ തെക്കേ നട. നിങ്ങൾ വൈക്കത്ത് വരികയാണെങ്കിൽ ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരില്ല. കാരണം വൈക്കത്ത് അമ്പലത്തിൽ എല്ലാ ദിവസവും ഉച്ചക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ ഈ പിന്നിൽ കാണുന്നത് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ളൊരു മനയാണ്, ഇണ്ടന്തുരുത്തി മന. 1924 വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 2024 എന്ന് വെച്ചാൽ ഏകദേശം 100 വർഷമായി. അപ്പോൾ ആ ഒരു 100ാം വാർഷികം ആഘോഷിക്കുന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ഇണ്ടന്തുരുത്തി മന. അന്ന് വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ നമ്പൂതിരിയായിട്ട് ചർച്ച നടത്തി. എന്നാൽ ഗാന്ധിജിയെ വെളിയിലിരുത്തിയാണ്, വേറൊരു ഇതൊക്കെ കെട്ടിക്കൊടുത്ത് വെളിയിലിരുത്തിയാണ് ചർച്ച നടത്തിയത്. പക്ഷേ ഇന്ന് ഇത് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. വൈക്കം താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ്. ഇവിടെ ആ ഒരു ഗാന്ധിജി വന്നതിൻ്റെ ഒരു സ്മരണക്കായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടല്ലോ സാറേ, ഇതാണിത്. ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഗാന്ധിജി വേറൊരു ഇത് കെട്ടിക്കൊടുത്തിട്ട് വെളിയിലിരുത്തിയാണ് അന്ന് ഇത് ചെയ്തത്. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. എന്ന് വെച്ചാൽ വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക്, എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിപ്പെട്ട ആർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നടന്നൊരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 സമരം ആരംഭിച്ചത്. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. 603 ദിവസത്തോളം ഉണ്ടായിരുന്ന സമരം. ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച് അത് ഇന്ത്യ മൊത്തം ഏറ്റെടുത്ത്. അങ്ങനെ പഞ്ചാബിൽ നിന്ന് വരെ ഇവിടെ അകാലികൾ എന്ന് പറഞ്ഞ സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഇവിടെ വന്ന് അവരുമൊക്കെ സമരത്തിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ കടലില്ല, പക്ഷേ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനൊരു ബീച്ചുണ്ട്. അതാണ് ഞങ്ങളുടെ സ്വന്തം വൈക്കം ബീച്ച്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ടൊക്കെ ആ സൂര്യൻ അസ്തമിക്കുന്നത് കാണാം, ബോട്ട് പോകുന്നത് എല്ലാം കാണാൻ പറ്റും. നല്ല രസമുള്ള ഒരു ബീച്ചാണ് വൈക്കം ബീച്ച്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ടാണ് ഈ കാണുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന ബോട്ടിയേട്ടിയാണ് പഴയ ബോട്ടിയേട്ടി. ഇവിടെയാണ് ഗാന്ധിജി വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ബോട്ടിൽ ഇറങ്ങിയത്. അപ്പുറത്ത് കാണുന്നത് പുതിയ ബോട്ടിയേട്ടിയാണ്. ഇതാണ് വൈക്കം ബോട്ടിയേട്ടിയുടെ അടുത്തുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ഒരു വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം നമുക്ക് കാണാം. നമ്മുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും അല്ലേ എഴുതി ഒപ്പിടുക, കയറുക. വേറെ പ്രവേശനം സൗജന്യമാണ്, ഒരു ഫീസുമില്ലൊന്നുമില്ല. അപ്പോൾ വൈക്കത്ത് വരുന്നവർ എന്തായാലും കണ്ടിരിക്കണം അല്ലേ? ചേട്ടൻ്റെ പേര് അനൂപ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മ്യൂസിയത്തിനകത്തേക്ക് കയറാം. ഇതാണ് മ്യൂസിയം കേട്ടോ. വിചാരിക്കുന്ന പോലത്തെ ഒരു ഇതല്ല, അടിപൊളി മ്യൂസിയമാണ് കണ്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഫുൾ ആ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. കഥകൾ, അതിൻ്റെ വർഷങ്ങൾ, പടങ്ങൾ, കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് ഏറ്റവും ഇതായിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് മറ്റേ തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. സത്യാഗ്രഹത്തിൽ തുടക്കം കുറിച്ച ആൾക്കാരാണ് ഇത് കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവരൊക്കെയായിരുന്നു അന്ന് തുടക്കം കുറിച്ചത്. അവരുടെ ഒരു സ്മരണക്കായിട്ടായിരിക്കും ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ ഇത് കാണാം. ഇവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അവരങ്ങോട്ട് നടന്നു പോവുകയാണ്.
ഈ പ്രവേശനം നിരോധിച്ച് ഒരു വേലിയുടെ അങ്ങോട്ട് അവർ നടന്നു കയറുന്ന ആ ഒരു ഇതിലാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും പിക്ചറൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ പടങ്ങളാണ്. ഫുള്ള് ഇങ്ങനെ കാണാനായിട്ടും വായിക്കാനായിട്ടും. ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അത്രയും സമയം എടുക്കും. കാര്യം അത് അത്രയും വായിക്കാനായിട്ട്. ഇനി വേണ്ട പടം കണ്ടു പോകേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ പോകാനും പറ്റും കേട്ടോ. ഒയ്യോ എന്ത് രസമാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ, പിന്നെ മറ്റേ പഞ്ചാബിൽ നിന്ന് വന്ന അകാലികൾ, ഇവരുടെയൊക്കെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗാന്ധിജി, ശ്രീനാരായണ ഗുരു എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് പ്രത്യേകം ഇവിടെ പറയുന്ന ഒരാളുടെ പേരാണ് ആമചാടിത്തേവൻ. ആമയാടിത്തേവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോക്യുമെൻ്ററി നമുക്ക് കാണാൻ പറ്റും. ഒരു 12 മിനിറ്റുള്ള ഡോക്യുമെൻ്ററിയാണ്. അതിങ്ങനെ അടിപൊളിയായിട്ട് നല്ല അടിപൊളി റൂമൊക്കെയാണ്. ഇവിടെ ഇരുന്ന് ഫ്രണ്ട്സായിട്ട് വന്ന് അങ്ങനെ കാണാം, ഫാമിലി ആയിട്ട് വന്ന് അങ്ങനെ കാണാം. ഇരുന്ന് എല്ലാവർക്കും ആ ഒരു വിഷ്വലൊക്കെ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഒന്ന് കാണാം. ഇത് വൈക്കത്തെ പാർക്കാണ്. എന്ന് വെച്ചാൽ എല്ലാം തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബോട്ട് ജെട്ടി, പാർക്ക്, ബീച്ച്, മ്യൂസിയം എല്ലാം തൊട്ടടുത്താണ്. എല്ലാം പടിഞ്ഞാറ് നടയിൽ നിന്ന് വരുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം ഉള്ളത്. ഇത് വൈകിട്ടാകുമ്പോൾ തുറക്കും. ഇവിടെ കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് പാർക്കിലൊക്കെ പോകാൻ പറ്റും. ചെറിയ പാർക്കൊന്നും ഇല്ല കേട്ടോ, വലിയ പാർക്കാണ്. കുട്ടികളും ഫാമിലി എല്ലാവർക്കും വന്നിരിക്കാനും ഒക്കെ വലിയൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ സമയം പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. വീണ്ടലും അയിത്തവും തീരെ അകറ്റുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യ കൂടെ സൃഷ്ടിക്കുന്നതിന് സഹായകരമായി തീർന്നുകൊണ്ടാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ ഒരു പ്രധാന സംഭവമായി കണക്കാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈക്കത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഇത് വലിയ കവല എന്ന് പറയും. പക്ഷേ ഈ കാണുന്ന തമിഴ്നാടാണ്. തമിഴ്നാടല്ല, തമിഴ്നാട്ടുകാരുടെ സ്ഥലമാണ്. ഏകദേശം ഒരു 73 സെൻറ്റ് വരും. അത് മൊത്തം തമിഴ്നാട് വാങ്ങിച്ച സ്ഥലമാണ്. ഇ വി രാമസ്വാമി നായ്ക്കരുടെ ഒരു മ്യൂസിയവും അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു എല്ലാം കൂടി ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചിലരുടെയൊക്കെ സ്റ്റാച്ചു ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നതാണ് TK മാധവൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു. അവിടെ കാണുന്നതാണ് മന്നത്ത് പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു. ഇ വി രാമസ്വാമി നായ്ക്കരുടെ ആ ഒരു പുതിയ മ്യൂസിയം ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു പഴയതായിരുന്നു, അത് പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയത് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വൈക്കം വലിയ കവലയാണ്. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീടിന് തമിഴ്നാടുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട്. ജാനകി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീടാണ്. അത് ആരാണെന്ന് അറിയാൻ പറ്റും. MGRൻ്റെ വൈഫ് എന്ന് വെച്ചാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MG രാമേന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീടാണ് ഈ കാണുന്നത്. മണിമന്ദിരം. ഇവിടുത്തെ ഫോട്ടോയും സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇത് വൈക്കത്തിൻ്റെ സെൻട്രലിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വൈക്കം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മസാല ദോശയും വടയും എല്ലാം കഴിക്കാൻ പറ്റും. അപ്പോൾ വരുന്നവരൊക്കെ ഇടയ്ക്ക് അതും കഴിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാത്തിനും. വൈക്കം എൻ്റെ നാടല്ല, നമ്മുടെ നാടാണ്. അപ്പോൾ വൈക്കത്ത് വരുമ്പോൾ എല്ലാവരും ഈ സ്ഥലങ്ങളിലൊക്കെ പോകണം. തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ ഇതൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കണം.